What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Current Channel. Chelsea versus Palmeiras quarter final. ശനിയാഴ്ച വെളുപ്പിന് 6:30 ഇന്ത്യൻ സമയത്ത് എനിക്കിവിടെ രാത്രി 2 മണിക്ക്. വാച്ച് നടക്കില്ല. ഞാൻ പെണ്ണുമ്പിള്ളോട് സൂചിപ്പിച്ചു, പതുക്കെ പറഞ്ഞ് വാച്ച് ലോങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. വാച്ച് ലോങ് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ കുടലിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കളി നമ്മളാ കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2 മണിയോ 1:40 1:40 ഞാൻ അപ്പം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ആ വീഡിയോ റെക്കോർഡ് ചെയ്തത് പുള്ളിക്കാരോട് ഉറക്കം പോയ പിറ്റേ ദിവസം ഫുൾ ചീത്ത വിളിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് വാച്ച് ലോങ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നോക്കട്ടെ, നൈസായിട്ട് ചിലപ്പോൾ പതുക്കെയൊക്കെ പറയാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ എന്നാലും ചാൻസ് കുറവാണ്. അതുകൊണ്ട് പ്രീ മാച്ച് പോലും ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ചെറിയ വിഷമം. പ്രീ മാച്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പ്രീ മാച്ച് ചെയ്യാൻ തലവേദനയില്ല, കാറി വന്നിരുന്ന് ചെയ്താൽ മതി. നോക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ സെറ്റപ്പ് ചെയ്യാൻ പറയാം. ബട്ട് എനിവേ, നമുക്ക് നമ്മുടെ ലൈനപ്പിന്റെ കാര്യങ്ങളും കിടക്കണം. കൈസോഡോ അൺഅവൈലബിൾ, അത് സസ്പെൻഡഡ് ആണ് ഈ ഒരു മത്സരത്തിൽ. പാൽമറസിന്റെ കോച്ച് പോസ്റ്റ് മാച്ചിൽ ഏകദേശം സമർപ്പിച്ചു, ചെൽസിയായിട്ട് തോക്കാൻ പോകാണെന്നുള്ള ഡയലോഗൊക്കെ പുള്ളിക്കാരൻ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നോട്ട് ഗോയിങ് ടു ബി ഈസി. പക്ഷെ എന്നാലും ഒരു അൾട്രാ ടഫ് ഗെയിം ആയിട്ട് ഞാൻ കാണുന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇഫ് ഇറ്റ് ഇസ് എ ബയൺ മ്യൂണിക് അല്ലെങ്കിൽ PSG പോലെ ഒരു ഗെയിമും അല്ല. എന്നാലും നമ്മൾ ഈസി ആയിട്ട് എടുക്കരുത്. കാരണം നോക്ക് ഔട്ട് സ്റ്റേജ് ആണ്, നമുക്ക് എന്ത് എപ്പോ ആണെങ്കിലും സംഭവിക്കാം. അവരൊരു ഗോൾ ആദ്യം അടിച്ചു കഴിഞ്ഞാൽ പണി വാളി, പിന്നെ നമ്മൾ കിടന്ന് നിങ്ങളുടെ ചക്രശ്വാസം വലിക്കേണ്ടി വരും. പിന്നെ പോരാത്തതിന് പെഡ്രോ നെറ്റോ മിക്കവാറും ഗെയിമിൽ ഉണ്ടാവില്ല. ഡിയഗോ ജോട്ടയുടെ ഒരു അൺടൈംലി ഡെത്ത്, അതിനെക്കുറിച്ച് ഞാനൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ഇൻ പീസ് ബ്രദർ. അത് സ്വാഭാവികമായിട്ടും ടീംമേറ്റ്സിനെ എഫക്ട് ചെയ്യും. അപ്പോൾ പെഡ്രോ നെറ്റോനെ ട്രെയിനിങ്ങിൽ നിന്ന് അവർ ഒഴിവാക്കി. ചിലപ്പോഴേ പെഡ്രോ നെറ്റോ അവൈലബിൾ ആയിരിക്കുള്ളൂ എന്നുള്ളത് കേൾക്കുന്നു. നൗ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കാരണം പിന്നെ നമുക്ക് ആരും ഇല്ല വിങ്ങേഴ്സിൽ. ജോവോ പെഡ്രോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈറ്റ് സ്റ്റാർട്ട്. കാരണം നോണി മാഡോക്കെ, ജോവോ പെഡ്രോ, കോൾ പാൽമർ, ഡെലാപ്പ് അല്ലെങ്കിൽ ജാക്സൺ. ഐ തിങ്ക് ജാക്സൺ. കാരണം ജാക്സൺ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ജാക്സനെ കളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. വേറെ ഒന്നുമല്ല, അവൻ ഓൾറെഡി ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ അറിയാം. ഡെലാപ്പിന് സമയം വേണം, ടീമൊക്കെ ആയിട്ടൊന്ന് ഇൻവോൾവ് ആയിട്ട് വരാനും സമയം വേണം. ആൻഡ് ഒരു അവസാനം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് കളിപ്പിച്ച് 3-4 കളികളൊക്കെ കളിച്ച് വന്നിട്ട് അവൻ ആ ഒരു റിതമിലേക്ക് വന്നാൽ അവനൊരു 90 മിനിറ്റ് കിട്ടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുള്ളൂ. പക്ഷെ ഇപ്പോ ജാക്സൺ തിരിച്ചു വരുന്നതിന് സിറ്റുവേഷനിൽ ലെറ്റ് സ്റ്റാർട്ട് ഹിം. പിന്നെ ഒരു കുഴപ്പമുണ്ടോ, നമ്മൾ പിന്നെ ഇരുന്ന് ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് വേറൊരു ഇഷ്യൂ. പിന്നെ വേറെ നിവൃത്തിയില്ല. തൽക്കാലത്തേക്ക് ജാക്സൺ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. മേ ബി മേ നോട്ട് ബി. പക്ഷെ ചോദ്യം അതല്ല, പോട്ടെ, ഈ മിഡ്ഫീൽഡ് ഡബിൾ പിവറ്റ് ആരായിരിക്കും എന്നുള്ളതാണ്. കാരണം ലാവിയ 2 ദിവസമായിട്ട് ട്രെയിനിങ്ങിൽ ഇല്ല എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു. ഇഞ്ചുറി ആണോ എന്ന് ചോദിച്ചാൽ ആരും ഒന്നും പറയുന്നുമില്ല. എൻസോ ഫെർണാണ്ടസ് വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്. അപ്പൊ എൻസോ ഫെർണാണ്ടസിന്റെ പാർട്ണർ ആരായിരിക്കും? ഒരുപാട് പേര് സാന്റോസിന്റെ പേര് പറയുന്നു. ഈ സാന്റോസിന്റെ പേര് പറയണ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനെന്ത് സിനദീൻ സിദാനോ ഇവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ? അവനെ പയ്യനല്ല, അവനൊക്കെ സമയം വേണം ഒന്ന് ലിങ്കപ്പൊക്കെ ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് സാന്റോസ് ഒരു എൻസോ ടൈപ്പ് പ്ലെയർ ആണ്. എൻസോന്റെ അവിടെ ഒരു പൊസിഷനിൽ കാണുന്ന പ്ലെയർ ആണ് സാന്റോസ്. എസുഗോന് സ്റ്റാർട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കണം. ലാവിയ അൺഅവൈലബിൾ ആണെങ്കിൽ എസുഗോ എൻസോ ഫെർണാണ്ടസ് കോമ്പിനേഷൻ ആവോ അതോ എൻസോ സാന്റോസ് കോമ്പിനേഷൻ ആവോ നമുക്ക് കണ്ടറിയാം. പക്ഷെ സാന്റോസിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കരുത് എൻസോ. കാരണം ഇറ്റ് വിൽ ബി ടൂ മച്ച് ഓഫ് പ്രഷർ ഫോർ സാന്റോസ്. പക്ഷെ വി നെവർ നോ. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. മെറസ്ക ചിലപ്പോൾ തന്ത്രപൂർവ്വമായിട്ട് റീസ് ജെയിംസിനെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കും. അച്ചംബോഗിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് റീസ് ജെയിംസും എൻസോ ഫെർണാണ്ടസിനെയും മിക്കവാറും മിഡ്ഫീൽഡിലിട്ട് കളിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ റീസ് ജെയിംസിനെ ചിലപ്പോൾ ഒരു പക്ഷേ മിഡ്ഫീൽഡിലിട്ട് കളിപ്പിക്കാനും, അന്ന് നമ്മളൊരു ലൈനപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിയില്ലേ ഇതേ ലൈനപ്പ്, അതും ഒരു പോസിബിലിറ്റിയാണ്. അപ്പൊ മെറസ്കനെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റില്ല ഇതായിരിക്കും ലൈനപ്പ് എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു പെർമുട്ടേഷൻ കോമ്പിനേഷൻ പുള്ളിക്കാരൻ കൊണ്ടേ കാണിച്ചാലും നമുക്ക് ശക്തമായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. കാരണം പാൽമറസ് എന്ന് പറയുന്ന ഒരു ടീം ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രോഗ്രസ് ചെയ്യാം. പാൽമറസ് എന്ന് പറയുന്ന ടീമിന്റെ ഒരു അറ്റാക്കിംഗ് ഡെപ്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഞാൻ 1-2 കളികളൊക്കെ പാൽമറസ് കണ്ട, അവർ പ്യുവർ അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കുന്നത്. അവർ ബോൾ കിട്ടിയാൽ റിലീസ് ചെയ്യുക, ബോൾ കിട്ടിയാൽ ലോങ് ബോൾ അടിക്കുക. അപ്പോൾ അവർ ലോ ബ്ലോക്ക് തന്നെ ഇട്ടിട്ട് കളിക്കും. സോ ദർ ഈസ് എ പോസിബിലിറ്റി ചെൽസി പ്രത്യേകിച്ച് ആർ ഗോയിങ് ഇൻ ടു ദ ഗെയിംസ് ആസ് ഫേവറേറ്റ്സ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. എന്നാലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി വെരി വെരി ഡിഫിക്കൾട്ട്. നമ്മൾ നമ്മുടെ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ ടീം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആൻഡ് പ്രത്യേകിച്ച് ബെൻഫിക്കെതിരെയുള്ള വിജയം, കോൺഫറൻസ് ലീഗിൽ റിയൽ ബെറ്റിസിനെതിരെയുള്ള വിജയം, ആ മെന്റാലിറ്റി ടീം ഒന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. ആ മെന്റാലിറ്റി ആയിരിക്കും ഒരു പക്ഷെ നമ്മളെ ഈ ഒരു മത്സരത്തിൽ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നത്. എന്നാലും ഓവർ എക്സ്പെക്ടേഷൻ ഇല്ല കളിയിലേക്ക് പോകുമ്പോൾ. എന്റെ പ്രതീക്ഷ വാസ് ക്വാർട്ടർ ഫൈനൽസ്. പിന്നെ കുറച്ചും കൂടെ പ്രതീക്ഷ അങ്ങോട്ട് തള്ളിയപ്പോൾ സെമി ഫൈനലായി.
ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈനൽ വരെ എത്താം. ഇറ്റ് ഓൾ ഡിപ്പെൻസ്. ലുക്കിംഗ് എക്സൈറ്റഡ്. ഇനി എങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ ഐ നോട്ട് ബി, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓവർലി ഡിസപ്പോയിന്റഡ് ഒന്നും ആവുമൊന്നുമില്ല. സ്റ്റിൽ എ യങ് ടീം, സ്റ്റിൽ ബിൽഡിംഗ് അപ്പ്, ബട്ട് ഐ വോണ്ട് ദ ടീം ടു വിൻ. ചെൽസി ഫാൻ എന്ന രീതിയിൽ നമ്മൾ ജയിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഈ ഗെയിം ഇത് കാണാൻ പോകുന്നത്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി കാരൻ.